എറണാകുളം. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകൃതമായി. കൊച്ചിയാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം. സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല. റോബർട്ട് ബിസ്റ്റോയാണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ഷൺമുഖം ഷെട്ടിയാണ്. R.K. ഷൺമുഖം ഷെട്ടിയാണ് ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് 1599. പെരിയാർ, മൂവാറ്റുപുഴയാർ, തൊടുപുഴയാർ എന്നിവ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ്. ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആലുവ മണപ്പുറം പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കൃതികളിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ഭൂതത്താൻ കെട്ട് പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ടൂറിസം വില്ലേജായ കുമ്പളങ്ങി എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിൽ യൂറോപ്യൻസ് നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏക ജൂത പള്ളി മട്ടാഞ്ചേരിയിലാണ്. ഡച്ചുകാർ നിർമ്മിച്ച മട്ടാഞ്ചേരി പാലസ് ഇവിടെയാണ്. കൊച്ചി തുറമുഖത്തിനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. കിൻഫ്ര കേരള ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമായ തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. സലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. 1744 ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ആസ്ഥാനമായ കോടനാട് എറണാകുളം ജില്ലയിലാണ്. കോടനാട് പ്രശസ്തമായ ആനവളർത്തൽ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കൊച്ചിയുടെ ശാസ്ത്രദേശമെന്നും മംഗളവനം അറിയപ്പെടുന്നു. വിവിധ ഇനം ദേശാടന കിളികളുടെ ആവാസ സ്ഥലമാണ് മംഗളവനം. ഏറ്റവും അധികം താലൂക്കുകളുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളം, കണയന്നൂർ, മൂവാറ്റുപുഴ, കൊച്ചി, ആലുവ, പറവൂർ, കോതമംഗലം, കുന്നത്തുനാട്, പെരുമ്പാവൂർ എന്നിവയാണ് താലൂക്കുകൾ. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1970 കൊച്ചിയിൽ സ്ഥാപിതമായി. സ്മാർട്ട് സിറ്റി പദ്ധതി എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം ഡയറക്ഷണൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എറണാകുളത്താണ്. ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരത്താണ്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം നെടുമ്പാശ്ശേരി എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. 2005 മലയാറ്റൂരിന് രാജ്യാന്തര തീർത്ഥാടന പദവി ലഭിച്ചു. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ NH-47 കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ ഐലൻഡ് വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്കയും ജാതിക്കയും ഉൽപ്പാദിപ്പിക്കുന്നത് എറണാകുളമാണ്. കേരള ഹൈക്കോടതി എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും അധികം ചെറുകിട വ്യവസായങ്ങളുള്ളത് കൊച്ചിയിലാണ്. കേരളത്തിൽ ഏറ്റവും അധികം നഗരസഭകളുള്ളത് എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ നേര്യമംഗലം എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അമോണിയം സൾഫേറ്റ് നിർമ്മാണം ആരംഭിച്ച FACT ഉദ്യോഗമണ്ഡലത്തിൽ സ്ഥാപിച്ചത് സർ CP രാമസ്വാമി അയ്യർ ആണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ് FACTയുടെ മുഴുവൻ പേര്. കേരള പ്രസ് അക്കാദമി കൊച്ചിയിലാണ്. കേരള ചരിത്ര മ്യൂസിയം എടപ്പള്ളിയിലാണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് HMTയുടെ ആസ്ഥാനം കളമശ്ശേരിയിലാണ്. ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയിലാണ്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളത്താണ്. മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം എറണാകുളത്താണ്. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനവും എറണാകുളത്താണ്. ആദ്യ നിയമ സർവകലാശാല NUALS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എറണാകുളത്താണ്.
കൊച്ചിൻ ഷിപ്പ്യാർഡ് ജപ്പാൻ്റെ സഹായത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. വാഴക്കുളം വൈദ്യുത ഗവേഷണ കേന്ദ്രം എറണാകുളത്താണ്. ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രം എറണാകുളത്താണ്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി പെരിയാറ് സ്ഥിതി ചെയ്യുന്നു. ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. CBIയുടെ കേരളത്തിലെ ആസ്ഥാനം കൊച്ചിയിലാണ്. കേരള അഗ്രോ മെഷീൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം അത്താണിയിലാണ്. ദുർഗുണ പരിഹാര പാഠശാല സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. സ്പൈസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. MPEA മറൈൻ പാർട്സ് എക്സ്പോർട്സ് പ്രൈവറ്റ് അതോറിറ്റി എറണാകുളത്താണ്. കൊച്ചി ശില്പി എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. സിക്കുകാർ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളമാണ്. മാർത്താണ്ഡവർമ്മ പാലം എറണാകുളത്താണ്. കേരളത്തിലെ വാമന ക്ഷേത്രം തൃക്കാക്കരയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം FACT ആണ്. 11 മുനിസിപ്പാലിറ്റികൾ, 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഏറെ പ്രശസ്തമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിലാണ്.